തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്ന് ന്യൂസ് 18 കേരളത്തിനൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ രാജീവ് ചന്ദ്രശേഖർ. എന്തായാലും തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്താണല്ലോ താങ്കൾ. ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായി തിരുവനന്തപുരത്ത്, 8 ദിവസമായി. ഈ 8 ദിവസം കൊണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ 8 ദിവസം എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയെടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലയളവാണ് അല്ലെ? എല്ലായിടത്തും പോയി സഞ്ചരിക്കുക, എല്ലാവരെയും കാണുക, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഈ ഒരു ഓട്ടപ്രദർശനം നടത്തിയപ്പോൾ എന്താണ് താങ്കൾക്കുള്ള ഒരു ഫീലിംഗ്? അല്ല, 8 ദിവസത്തിൽ ഞാനിപ്പോ എല്ലാ 7 കോൺസ്റ്റിറ്റ്യുവൻസീസിലും അസംബ്ലി സെഗ്മെന്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ കൂടെ പോയിട്ട് അവരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെരി ക്ലിയർ എനിക്കൊരു ഫീലിംഗ് കിട്ടുന്നത്, ഒരു റെസ്പോൺസ് കിട്ടുന്നത്, ഇവിടെ എല്ലാവർക്കും ഒരു മാറ്റം വേണം. ഇവിടെ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഇവിടെ അങ്ങനത്തെ ഒരു വികസനം ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല, തൊഴിൽ കിട്ടിയിട്ടില്ല, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നിട്ടില്ല. കേരള നാടിന്റെ ഒരു തലസ്ഥാനമായ തിരുവനന്തപുരം നമ്മളിപ്പോ കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഇന്ത്യയിൽ കാണുന്ന ഒരു മുമ്പോട്ട് പോകുന്ന ഒരു ചാർട്ട്, ഒരു ജമ്പ് നരേന്ദ്രമോദിജി കാണിച്ച് ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പ്രോഗ്രസും പുരോഗതിയും വികസനവും അത് ഇവിടെ വന്നിട്ടില്ല. അതുമാതിരി വന്നിട്ടില്ല. വന്നത് എല്ലാം NHAI, നാഷണൽ ഹൈവേസിന്റെ പ്രോജക്ട്സും ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ പ്രോജക്ട്സും ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ യുവാക്കൾക്കും എല്ലാവർക്കും വേണം അതേമാതിരി ഒരു പുരോഗതിയും വികസനത്തിന്റെ ഒരു രാഷ്ട്രീയം. അതൊരു ചേഞ്ച് വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്ക് അതൊരു ക്ലിയർ മെസ്സേജ് കിട്ടുന്നുണ്ട്. അത് ഞാനൊരു BJP MP കാൻഡിഡേറ്റ് ആയിട്ടല്ല, ഞാനൊരു ആസ് എൻ ഇൻഡിവിജ്വൽ മലയാളി ജനങ്ങളുടെ കൂടെ എല്ലാം മീറ്റ് ചെയ്ത് വർത്തമാനം പറയുമ്പോൾ ഇവിടെയും വേണം വികസനം, തിരുവനന്തപുരത്തും വരണം ഒരു പുരോഗതിന്റെ ഒരു മൊമെന്റം, ഒരു പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു നറേറ്റീവ് ഇവിടെയും വരണം എന്ന് ജനങ്ങൾക്ക് ഒരു അവകാശം മാതിരി അവർക്കൊരു റൈറ്റ് ഉണ്ടാവണമെന്ന്. താങ്കൾ പറഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റിനെ പറ്റി താങ്കൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരത്തിലുള്ള കുറേ വികസനങ്ങൾ ഇവിടെ നടന്നതായിട്ട് ഇപ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായമാണ്. അവിടെ ശശി തരൂരിന്റെ ഇപ്പോഴത്തെ MP-യുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചാരണമുണ്ട്. അങ്ങനെ ഇല്ലായിരുന്നു ശരിക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുകൾ തട്ടിൽ വികസനം നടക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കുന്ന, ഞാൻ പറഞ്ഞില്ല ഇവിടെ വികസനം നടക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് നാഷണൽ ഗവൺമെന്റിന്റെയും നരേന്ദ്രമോദിജിന്റെയും ഇന്ത്യ വൈഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഇവിടെയും വന്നിട്ടുണ്ട്. ഹൈവേസ് വന്നിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷൻ മോഡേണൈസേഷൻ വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ തിരുവനന്തപുരത്തിന്റെ ലോക്കൽ ഇക്കോണമി, തിരുവനന്തപുരം ഒരു കാലത്ത് ടെക്നോളജിന്റെ ഒരു പയനിയർ ആയിരുന്നു. തിരുവനന്തപുരത്ത് ടൂറിസം ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ചെന്നൈ, ബാംഗ്ലൂർ നഗരത്തിലെല്ലാം ഈ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ഇവിടെ എന്താ വരാത്തത്? ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്സും തൊഴിലും അതിന്റെ ഒരു എൻവയറമെന്റും ഒരു ഫ്രെയിംവർക്കും ഒന്നും കാണാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു മിനിസ്റ്റർ, തിരുവനന്തപുരത്ത് ഒരു MP ഒരു മിനിസ്റ്ററായി നരേന്ദ്രമോദിജിന്റെ കൂടെ പണിയെടുത്താൽ തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് അല്ല, ജാസ്തി ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞ ഈ കാര്യമില്ലേ, ഇത് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മുൻപും ബോധ്യമുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ, മുൻപും അവർക്ക് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഈ വികസനം കൂടുതലായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിലെ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിയാൽ അത് 2014-ലെയും 2019-ലെയും നോക്കുമ്പോൾ അവിടെ BJPക്കാണ് കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരം, പിന്നെ നഗരം തന്നെ ഉൾപ്പെടുന്ന കഴക്കൂട്ടം, ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടക്കുന്ന പ്രദേശം, നേമം തൊട്ടുകിടക്കുന്ന പ്രദേശം, ഈ സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, ഈ സ്ഥലങ്ങളിൽ BJPക്കാണ് മേൽക്കൈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വികസനം വരുന്ന സ്ഥലങ്ങളിൽ BJPക്ക് വോട്ട് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഈ വികസനം എത്താത്ത കുറെ സ്ഥലങ്ങളുണ്ടല്ലോ, ഈ ഉൾനാടുകൾ, അവിടെ പക്ഷെ BJPക്ക് ഇതുവരെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അതിലൊരു മാറ്റം വരും. അല്ല, അതൊരു ഇൻട്രസ്റ്റിംഗ് അസസ്മെന്റ് ആണ്, അതൊരു ഇൻട്രസ്റ്റിംഗ് ആംഗിൾ ആണ്, ഒരു ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് ആണ്. ഞാൻ പറയുന്നത് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നത് ഇന്ന് ഈ ഇലക്ഷന്റെ മെയിൻ നറേറ്റീവ് എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ്? ഈ 10 കൊല്ലം നരേന്ദ്രമോദി ചെയ്ത ഡെവലപ്മെന്റ് 2014 to 2024, അതിനു മുമ്പ് 2004 to 2014 UPA കോൺഗ്രസ് ചെയ്ത ഇന്ത്യയിലെ ഡെവലപ്മെന്റ്, ഇതിപ്പോ നാഷണൽ ഇലക്ഷൻ ആണല്ലോ. എന്നിട്ട് ഇവിടെ
മൂന്നാമത്തെ പാർട്ടി ആരാണ് ഈ പാർലമെന്റ് പോകാൻ ഒരു ആഗ്രഹിക്കുന്നത്? CPM സംസ്ഥാന ഗവൺമെന്റ് അവരുടെ പെർഫോമൻസ് ഈ കഴിഞ്ഞ 7-8 കൊല്ലത്തിൽ എന്താണ്? ഇത് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഈ 10 കൊല്ലത്തിൽ ഉണ്ടായ വികസനം UPA ടൈമിൽ 10 കൊല്ലം ഉണ്ടായ പെർഫോമൻസിനെക്കാട്ടും വളരെ ജാസ്തി, വളരെ ഇരട്ടിയല്ല, ഒരു 10 ടൈം ഇൻക്രീസ് ആണ്. അതുകൊണ്ട് മോദിജിന്റെ ഗവർണൻസിന്റെ ഇമ്പാക്ട് തിരുവനന്തപുരത്തും ത്രൂ തിരുവനന്തപുരത്തിന്റെ MP, തിരുവനന്തപുരത്ത് ഒരു മിനിസ്റ്റർ ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്തിൽ ഇന്ന് ഉണ്ടാവണ വികസനത്തിനെക്കാട്ടും 3 ഇരട്ടി വികസനം ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് പക്ഷെ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ താങ്കൾക്ക് അറിയാമല്ലോ നാടുകളിലേക്ക് പോകണം എന്നുള്ളതാണ്. അവിടെയാണ് BJPക്ക് അധികം വോട്ടുകൾ കിട്ടാത്തത്. ഞാൻ പറഞ്ഞ നെയ്യാറ്റിങ്കര, പാറശാല തുടങ്ങിയ മണ്ഡലങ്ങളിലാണ്. അപ്പോൾ ഇന്റൽ ഇൻസൈഡ് എന്നുള്ളത് പോലെ തന്നെ ഇൻസൈഡിലേക്ക് പോയി താങ്കൾ ഇതിനകം തന്നെ നടത്തി കാണുമല്ലോ. ഇതിലിപ്പോ ഞാൻ വികസനം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിജി 10 കൊല്ലത്തിൽ ചെയ്തത് ബംഗളൂരിന്റെ വികസനം അല്ലല്ലോ നോർത്തേൺ കർണാടകയിൽ ചെയ്തത്, ലക്നൌവിന്റെ വികസനം അല്ലല്ലോ ബുന്ദേൽഖണ്ഡ് ചെയ്തത്, മുംബൈന്റെ വികസനം അല്ലല്ലോ മറാത്ത്വാഡയിൽ ചെയ്തത്. വേറെ വേറെ റീജിയൻസിൽ വികസനത്തിന്റെ ഡെഫിനിഷൻ മാറും, ചേഞ്ച് ആവും. അതൊരു വേറെ വേറെ ടൈപ്പ് ഓഫ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കോസ്റ്റൽ മേഖലയിലെല്ലാം താങ്കൾ പോയി കണ്ടിട്ടുണ്ടാവും. അവിടെ എന്താണ് ഇഷ്യൂസ്? ലൈവ്ലിഹുഡ് ഇസ് അണ്ടർ ത്രെറ്റ്. നമ്മളിപ്പോ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയിൽ പോയി കാണുമ്പോൾ, പൊഴിയൂര് പോയി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും എന്താണ് മെയിൻ ഇഷ്യൂ? സീ ഇറോഷൻ. അവിടെ ബേസിക് കമ്മ്യൂണിറ്റീസും സോഷ്യൽ സെക്യൂരിറ്റി ചെയ്യുക. അവരെ കുട്ടികൾക്ക് സ്കിൽസ് കൊടുക്കാൻ ഒരു ഫ്രെയിം വർക്ക് ഇല്ല. അവിടുത്തെ കുട്ടികൾക്ക് ഒരു ആസ്പിറേഷണൽ പുരോഗതിന്റെ ഒരു അങ്ങനെ ഒരു പാത്വേ കാണുന്നില്ല. അതുകൊണ്ട് കഴക്കൂട്ടത്തിന്റെ ഡെവലപ്മെന്റ് നരേറ്റീവ് ഈസ് ഡിഫറെന്റ് ഫ്രം നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര ഈസ് ഡിഫറെന്റ് ഫ്രം നേമം. അത് നമുക്ക് മനസ്സിലാക്കണം. ആ ഒരു 7 അസംബ്ലി സെഗ്മെന്റിലും എല്ലാവർക്കും വേറെ വേറെ ടൈപ്പ് ആസ്പിറേഷൻസ് ഉണ്ട്. അവരുടെ നീഡ്സ് വേറെ വേറെയാണ്. ചില സ്ഥലത്ത് നമുക്ക് PM ആവാസ് യോജന, വീട് കെട്ടുന്നതും, ആയുഷ്മാൻ ഹെൽത്ത് ഇൻഷുറൻസും, പിന്നെ സ്കില്ലിങ്ങും, ആ തരത്ത് ഒരു ഓക്യുപ്പേഷൻ ലെഡ് സ്കീംസ്, ഫിഷർമെൻ മാതിരി അവർക്ക് അതാണ് വികസനത്തിന്റെ ഡെഫിനിഷൻ. കഴക്കൂട്ടമാണെങ്കിൽ അവിടെ IT, ടെക്നോളജി, ഡീപ് ടെക്, അതാണ് അവരുടെ. അത് ഓൾറെഡി തന്നെ അത് ഒരു ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ ഈ കോസ്റ്റൽ ഏരിയയാണ്, അത് BJPക്ക് ഇപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എനിക്ക് എന്റെ കോൺഫിഡൻസ് എവിടുന്നാ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ പൊളിറ്റിക്കൽ റെട്രിക് അല്ല പറഞ്ഞത്, ഞാൻ ജയിക്കാൻ പോകുന്നുണ്ട്, മറ്റൊരു തോൽക്കാൻ പോകുന്നുണ്ട്. ഞങ്ങളുടെ വികസനത്തിന്റെ ഒരു രാഷ്ട്രീയം, ഞങ്ങളുടെ ഒരു ഐഡിയോളജി, ഞങ്ങളുടെ പ്രൈം മിനിസ്റ്ററിന്റെ അപ്രോച്ച് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ എല്ലാവർക്കും പുരോഗതി. അതിന്റെ ഒരു മീനിങ് തന്നെയാണ്, ഒരു ഡീപ്പ് മീനിങ് ഉണ്ട്. അതിന്റെ മീനിങ് ആണ് ആരെയും പിന്നെ വിട്ടിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകില്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞ ഈ കോസ്റ്റൽ ബെൽറ്റ്, ഇവിടെയൊക്കെ ഓരോ ബെൽറ്റുകളിലും അങ്ങനെയാണ്. ആ ബെൽറ്റിൽ ഉള്ള ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില സംഘടനകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ ചർച്ച് വളരെ ശക്തമാണ്. ചർച്ചിന് അവരുടെ ഇടയിൽ സ്വാധീനമുണ്ട്. ലാറ്റിൻ ചർച്ച് നിർണായക സ്വാധീനമാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ. അതെങ്ങനെ അത് കൂടുതലായിട്ട് ഞാനത് എങ്ങനെ ചെയ്യാൻ പോകുന്ന, അവരുടെ കൂടെ എങ്ങനെയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്, അത് TV ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. അത് ഞാൻ ചെയ്യും. ബിക്കോസ് ഞാൻ പറഞ്ഞത് ഈ 10-20 കൊല്ലമായിട്ട് ഈ വിഷം എല്ലാവരും മനസ്സിൽ ഇട്ടിരിക്കുന്നത് നമ്മളെ ലെഫ്റ്റും UDF ആണ്. ഇങ്ങനെ BJP ഈ കമ്മ്യൂണിറ്റിന്റെ എതിരാണ്. വി ആർ ഒപ്പോസ് ടു ദിസ് കമ്മ്യൂണിറ്റി. ഈ 10 കൊല്ലത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി എല്ലാ സ്കീമും എല്ലാവർക്കും വേണ്ടി വിത്തൌട്ട് ഡിസ്ക്രിമിനേഷൻ അദ്ദേഹം ഡെലിവർ ചെയ്തിട്ടുണ്ട്. അത് വീടുണ്ടാക്കാനാണോ, ഹെൽത്ത് ഇൻഷുറൻസ് ആണോ, മൻരേഗയാണോ, PM കിസാൻ ആണോ, ഈ സോഷ്യൽ സെക്യൂരിറ്റിന്റെ എന്ത് സ്കീമാണ് നോക്കിയാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് വിത്തൌട്ട് എനി ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഈ 10-20-30 കൊല്ലമായിട്ട് ഈ കമ്മ്യൂണിറ്റീസിൽ ഇങ്ങനെ ഒരു പോയിസൺ ഫില്ല് ചെയ്ത് പോയ പോളിറ്റിക്സ് ആ രാഷ്ട്രത്തിന് ഈ പിന്നെ ഇലക്ഷനിൽ ഞങ്ങളുടെ വികസനം പുരോഗതിന്റെ ഈ രാഷ്ട്രീയം
അതിനെ ഡിഫീറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. അതായത് താങ്കൾ പെട്ടെന്ന് വന്ന് ഒരു ഇലക്ഷൻ മത്സരിക്കാൻ വന്ന ആളല്ല, ഇതിൽ വലിയ സ്റ്റഡി നടന്നിട്ടുണ്ട്. വലിയ സ്റ്റഡി നടന്നിട്ടുണ്ട്. എന്റെ 18 കൊല്ലമായിട്ട് എന്റെ രാഷ്ട്രീയം, എന്റെ 18 കൊല്ലമായിട്ട് എന്റെ പബ്ലിക് സർവീസിൽ എന്നെ ഒരു സാധനം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതും 10 കൊല്ലം നരേന്ദ്രമോദിജി സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡിൽ ഞാൻ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. എന്തു നുണ ആരെങ്കിലും പറഞ്ഞാലും നമ്മുടെ സത്യം, നമ്മുടെ പക്ക ഇന്റന്റ് ഇല്ലേ, നമ്മുടെ ഇന്റൻഷൻ, അത് ശരിക്ക് ആൾക്കാർ മനസ്സിലായ ഏത് പോയിസൺ ആണെങ്കിലും ഏത് പ്രോപ്പഗാൻഡ ആണെങ്കിലും ആൾക്കാർ നമ്മുടെ സപ്പോർട്ട് തരും. അത് നടന്നിട്ടുണ്ട്, അത് എല്ലായിടത്തും നടന്നിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ ഒരു സമയത്ത് ഇതേ കോൺഗ്രസ് പറഞ്ഞു അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, BJPക്ക് വോട്ട് കിട്ടില്ല. പുതുച്ചേരിയിൽ ഞാൻ പ്രഭാരിയായിരുന്നു, അവര് പറഞ്ഞു അവിടെയും ക്രിസ്ത്യൻസ് ഉണ്ട്, അവിടെ വോട്ട് തരില്ല, അവിടെയും ഫിഷിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കി, നോർത്ത് ഈസ്റ്റിൽ ഗവൺമെന്റ് ഉണ്ടാക്കി. ഇവിടെ മാത്രം കേരള ഒരു ഭയങ്കര യുണീക് സിറ്റുവേഷൻ ആണല്ലോ. ഇവിടെ 2 പാർട്ടികളുണ്ട്, അവർ പറയുന്നു ഞങ്ങൾ ഒപ്പോസ് ടു ഈച്ച് അതറാണ്, ഒരു ഒപ്പോസിഷനും ഇല്ല. രണ്ടാളും നല്ലൊരു ടീം വർക്ക് ഉണ്ട്. അവര് ഒരു കോമൺ ഒബ്ജക്റ്റ് ആയിരുന്നു കഴിഞ്ഞ 10 കൊല്ലം. BJPനെ എങ്ങനെയെങ്കിലും നുണയുണ്ടോ, വോട്ട് ട്രാൻസ്ഫർ ഉണ്ടോ, ഒരു സൈലന്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടോ, BJPനെ പുറത്തു വെക്കണം. ബിക്കോസ് BJP ആണ് ഇവിടെ വന്ന് രാഷ്ട്രീയം ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടി. ആ രാഷ്ട്രീയം ചേഞ്ച് ആയ ഇവരെല്ലാം ബിസിനസ് പൂട്ടി വെച്ച് അവരെ കാൾ മാർക്സോ അവരുടെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതെല്ലാം കൊളാപ്സ് ചെയ്യുന്ന അവർക്കറിയാം. അതുകൊണ്ട് ഈ കളി ഇവര് 10 കൊല്ലമായിട്ട് കളിക്കുന്ന കളിയാ. 10 അല്ല, 10, 15, 20 കൊല്ലമായിട്ട്. എന്താ ഈ കളി? BJPന്റെ O രാജഗോപാൽജി ജയിക്കാൻ പോകുമ്പോ ഒരു പാർട്ടി മറ്റേ പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്രോസ് വോട്ടിംഗ്, ട്രാൻസ്ഫർ വോട്ടിംഗ്, ക്രോസ് വോട്ടിംഗ്, എന്താ ടെക്നിക്കൽ ടേം. ബട്ട് ഒരു പാർട്ടി മറ്റേ പാർട്ടീനെ ഹെൽപ്പ് ചെയ്യുന്നു. അത് ലാസ്റ്റ് ഇലക്ഷനിൽ നടന്നു. എനിക്കറിയാതെ എല്ലാവർക്കും അറിയാം, ഇതിപ്പോ വലിയൊരു സീക്രറ്റ് ഒന്നുമല്ല. ആ ഒരു ഞങ്ങളെ പുറത്ത് വയ്ക്കാൻ പോയിസൺ കോഓപ്പറേഷൻ അവർ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഞങ്ങൾ ഹാർഡ് വർക്ക് കൊണ്ട്, ഞങ്ങളെ പെർഫോമൻസ് കൊണ്ട്, ഞങ്ങളുടെ ലീഡറിന്റെ 10 കൊല്ലത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എല്ലാവരിനും മുമ്പ് വെച്ച് അവരെ കൺവിൻസ് ചെയ്യും. അതായത് ഒരു ജനകീയനായ ഒരു നേതാവയോ അത് ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളല്ല താങ്കൾ. പക്ഷേ താങ്കളുടെ കയ്യിൽ ഉള്ളത് ഈ ട്രാക്ക് റെക്കോർഡാണ്, 18 വർഷത്തെ ട്രാക്ക് റെക്കോർഡാണ്. ഒരു കാര്യം കൂടെ, ഈ 2009 ശശി തരൂർ ഇവിടെ വന്നപ്പോഴും ഇതേ കാര്യം തന്നെയായിരുന്നു അന്നത്തെ ജനങ്ങൾ ചോദിച്ചത്, ആരാണ് ഈ ശശി തരൂർ എന്നതാണ്. ഇവിടെ സിറ്റിയിലെല്ലാം നമുക്കും അറിയാമായിരുന്നു. പക്ഷേ ഈ പറയുന്നത് നെയ്യാറ്റിങ്കര, പാറശാല അങ്ങനെയുള്ള ഉൾപ്രദേശങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. അതേ ഒരു അന്തരീക്ഷം ഇപ്പോഴുണ്ട്. ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം എന്താണ്? ഇതിൽ ഡിഫറൻസ് എന്നാ ഞാൻ പറയാം. 15 കൊല്ലം മുമ്പേ അദ്ദേഹം വന്നപ്പോ ആരാ ശശി തരൂർ പറയുമ്പോ അതിനൊരു ആൻസർ കൊടുക്കാൻ ആൻസർ ഉണ്ടായിരുന്നില്ല. അതിപ്പോ വാഷിംഗ്ടൺ DC ABCD അതൊരു ആൻസർ. ഇന്ന് എന്നെ പറ്റി ചോദിച്ചാൽ ഞാനൊരു 18 കൊല്ലമായിട്ട് ഒരു ഇലസ്ട്രിയസ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിന്റെ അടുത്ത് ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ഞാൻ ജനസേവ ചെയ്ത ആളാണ്. ഞാനിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പാരഷൂട്ട് എടുത്തിട്ട് ഇവിടെ എത്തിയതല്ല. ഞാൻ ഒരു ചോയ്സും ഉണ്ട്. എന്നോട് പ്രധാനമന്ത്രി ചോദിച്ചു എവിടെയാണ് ലോക്സഭയിൽ മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഫസ്റ്റ് ചോയ്സ് ആണ് എന്റെ കേരള നാടിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. അത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ എനിക്കൊരു അഭിമാനമുള്ള സാധനമാണ്. താങ്കൾ ബാംഗ്ലൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല? ഇല്ല, എന്നോട് പറഞ്ഞത് എല്ലാവരും അതാണ് സേഫ് സീറ്റ്. ബട്ട് എന്നോട് ചോദിച്ചപ്പോൾ എന്താണ് താങ്കളുടെ ചോയ്സ്, എന്റെ ഫസ്റ്റ് ചോയ്സ് ആയിരുന്നു എന്റെ സ്റ്റേറ്റ് കേരള, എന്റെ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ തലസ്ഥാനമായ തിരുവനന്തപുരം. താങ്കൾക്കൊരു സേഫ് സീറ്റ് കിട്ടാൻ ഒരു സാഹചര്യമുള്ളപ്പോൾ താങ്കൾ എനിക്ക് രാജ്യസഭയും കിട്ടിയിരുന്നു. എന്നോട് ചോദിച്ചതല്ലേ രാജ്യസഭ വേണോ ലോക്സഭ വേണോ, ഞാനാണ് ചൂസ് ചെയ്തത് ലോക്സഭ ഏത് സീറ്റ് എന്ന് ചൂസ് ചെയ്തപ്പോ എന്നോട് ചോദിച്ചപ്പോ ജാനുവരിയിൽ ഞാൻ പറഞ്ഞു എന്റെ ഫസ്റ്റ് ചോയ്സ് ആണ് എന്റെ സ്റ്റേറ്റിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം. അത് കിട്ടിയാൽ എനിക്കൊരു വലിയൊരു അഭിമാനമുള്ള എന്റെ ഫാമിലിക്കും എന്റെ തിരുവനന്തപുരത്തിനെ റെപ്രസെന്റ് ചെയ്ത് പാർലമെന്റ് പോവാന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ സാധനമാണ്. പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പൊളിറ്റിക്സിന്റെ അങ്ങേ അറ്റം വരെ ഇവിടെ കളിക്കേണ്ടി വരും തിരുവനന്തപുരത്ത്. പക്ഷെ താങ്കൾ അത് ഞാൻ എന്നെ പറ്റി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആരോ എന്റെ ഒരു ഫ്രണ്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഇങ്ങനെ താങ്കളുടെ കൊളീഗ് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. എല്ലാ മൂമെന്റ് ഓഫ് ടൈമിലും ആൾക്കാർ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. എന്റെ ഹിസ്റ്ററി അങ്ങനെയാണ്. ഞാൻ മൊബൈൽ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഫെയിൽ ആവും, ഞാൻ സക്സസ്ഫുൾ ആക്കി. ഞാൻ ചിപ്പ് ഡിസൈൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നീ സോഫ്റ്റ്വെയർ വിട്ട് ചിപ്പ് ഡിസൈൻ പോന്നു, അവിടെ സക്സസ് ആക്കി.
പോളിറ്റിക്സിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2006 ഞാൻ എന്റർ ചെയ്തപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു, ഇതൊരു എക്സ് ബിസിനസ്മാൻ ആണ്, പോളിറ്റിക്സിൽ ഫെയിൽ ആവും. എന്റെ ഒരു 18 കൊല്ലം ഡിസ്റ്റിംഗ്വിഷ് പൊളിറ്റിക്കൽ കരിയർ റെക്കോർഡ്, പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, അത് നോക്കി എന്റെ റിപ്പോർട്ട് കാർഡ് നോക്കിയാൽ. അപ്പൊ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരെല്ലാം ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും. സാധാരണ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നയാൾ എതിർപക്ഷത്തെ ആൾ ചെയ്തതൊന്നും ശരിയായില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ തരൂരിനെ കുറിച്ച് താങ്കൾ അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല. എനിക്ക് അങ്ങനെ പറയുന്ന കാര്യമില്ല. എനിക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് എന്റെ റെക്കോർഡ് നോക്കൂ. ഞാൻ ചെയ്യാൻ പോകുന്ന സാധനങ്ങളെ പറ്റി താങ്കൾ ഒന്ന് അസസ് ചെയ്യൂ. എന്റെ കപ്പാസിറ്റി ഒന്ന് നോക്കൂ. എന്നിട്ട് ഇത് ഞാൻ ചെയ്യുന്നത് ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കൂടെ ചെയ്യാൻ പോകുന്നത്, ആ ഒരു കോമ്പിനേഷൻ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കൂ. എന്നിട്ട് എല്ലാ ചോയ്സസിനെ കൂടെ കമ്പയർ ചെയ്തിട്ട് ജനങ്ങൾ ഡിസൈഡ് ചെയ്യും. അദ്ദേഹത്തിന് ഈ NDA ഭരണം ഇരിക്കുന്ന സമയത്ത് MP ആയതുകൊണ്ടാണോ കൂടുതൽ കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വന്നത്? 5 വർഷം അദ്ദേഹം UP കാലത്തുണ്ടായിരുന്നു. അദ്ദേഹം NDAയിൽ UP ടൈമിൽ മിനിസ്റ്റർ ആയിരുന്നു. 5 വർഷം ഉണ്ടായിരുന്നു. മിനിസ്റ്റർ ആയിരുന്നല്ലോ 5 വർഷം. അപ്പൊ അതിപ്പോ എല്ലാവർക്കും ഓപ്പൺ ഇതല്ലേ. 15 കൊല്ലത്തിന്റെ ഒരു റെക്കോർഡ് ഓഫ് 1 MP, എന്റെ 18 കൊല്ലം MP റെക്കോർഡ്, എന്റെ 2 കൊല്ലം 9 മാസം മിനിസ്റ്ററിന്റെ റെക്കോർഡ്, എന്റെ പ്രൈം മിനിസ്റ്റർ, എന്റെ ലീഡറിന്റെ 10 കൊല്ലത്തിന്റെ റെക്കോർഡ്. ഇതാണല്ലോ. പിന്നെ ഇവിടെ സഖാവ് പിണറായി വിജയന്റെ 7 കൊല്ലത്തിന്റെ റെക്കോർഡ്. ഈ റെക്കോർഡല്ലേ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ഇലക്ഷൻ ടൈമിൽ. ഞാൻ എത്ര ഡിക്ഷണറി വായിച്ചു, എന്റെ ഫോറിൻ ട്രാവൽ എത്ര ടിക്കറ്റ്, എന്റെ പാസ്പോർട്ടിൽ എത്ര സ്റ്റാമ്പ് ഉണ്ട്, അതാണോ വേണ്ടത്? ഈ ഇലക്ഷൻ പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് അല്ല. ഇത് ആരാണ് ഇന്റലക്ച്വൽ അല്ല. ഇത് UPA 10 കൊല്ലം ജനങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തപ്പോൾ അവർ എന്ത് ചെയ്തു? അതില് മിനിസ്റ്റർ ആയിരുന്നില്ലേ കോൺഗ്രസ് MP? ഞങ്ങൾ 10 കൊല്ലം കിട്ടിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്തു? ലെഫ്റ്റ് സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എന്ത് ചെയ്തു? പക്ഷേ താങ്കൾക്കെതിരെയുള്ള ഒരു വലിയ ആയുധം വരുന്നുണ്ട്. അത് താങ്കൾ ഇപ്പോൾ ഈ പ്രവർത്തന രംഗത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് താങ്കളുടെ ഈ ഒരു യാത്ര കണ്ടുകൊണ്ട് തന്നെയായിരിക്കും. ഇന്ന് VD സതീശൻ ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, താങ്കൾക്ക് ഈ LDF കൺവീനർ EP ജയരാജനുമായിട്ട് എന്തോ ബിസിനസ് ബന്ധമുണ്ട്. അപ്പോൾ ആ ടാർഗറ്റ് മനസ്സിലായി കാണുമല്ലോ താങ്കൾക്ക് എന്താണെന്ന്. ഈ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ അടുത്ത് ഒന്നും പറയാനില്ല. അവരിങ്ങനെ പകുതി നുണ, അതിൽ കുറെ സോൾട്ടും മസാല ഇട്ടിട്ട് അതിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരുടെ ഒരു ക്ലാസിക് സ്ട്രാറ്റജി 2014 തുടങ്ങിയ സ്ട്രാറ്റജിയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ പോയി കോർട്ട് ഡിസ്ക്ലോസ് ചെയ്യട്ടെ. ഞാൻ EP ജയരാജൻ ലൈഫിൽ മീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ആ നിർമ്മായ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു ഡയറക്റ്റ് ഇൻട്രസ്റ്റും ഇല്ല. ഇത് ലെഫ്റ്റ് സഖാവന്മാരതിനെ തല്ലി പൊളിച്ച് ഡാമേജ് ചെയ്ത സാധനമാണ് 2012-13. അപ്പോ എന്റെ ബിസിനസ് ഇൻട്രസ്റ്റിന്റെ ലെഫ്റ്റിനെ കോൺഫ്ലേറ്റ് ചെയ്യുക, അവര് കണക്ഷൻ ഉണ്ടെന്നെല്ലാം പറയുന്നത് അതിൽ ഒരു നുണ മാത്രമല്ല, ഒരു പച്ച നുണയാണ്. ഇത് അതിനകത്ത് UDF ടാർഗറ്റ് ചെയ്യുന്നത് EP ജയരാജനെ കൂടിയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ് വഴി അദ്ദേഹം ഈ മറ്റു പാർട്ടികളുമായിട്ട് ചില കണക്ഷൻസ് വെക്കുന്നു. അങ്ങനെ ഇവിടെ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടെന്ന് കാണിക്കുകയാണ്. ഇതിന്റെ ഹിപ്പോക്രസി നോക്കൂ. ആരാ ഇന്ത്യ അലയൻസിലെ പാർട്ട്നേഴ്സ് ഒന്ന് പറയൂ. എന്നോടൊന്നും നമ്മളൊന്ന് അനലൈസ് ചെയ്യട്ടെ. ഇന്ത്യ അലയൻസിലെ എല്ലാ മീറ്റിലും ചായയും സമോസയും കൂടെ ഇരുന്ന് കഴിക്കുന്ന ആരാ? സഖാവ് പിണറായി വിജയനും സഖാവ് രാഹുൽ ഗാന്ധി. ഇവർ രണ്ടാളല്ലേ അവിടെ ഇരുന്ന് സമോസയും ചായ കഴിക്കുന്നത്. എന്നിട്ട് ഞാനാ പാർട്ട്ണർ. ഇത് ആരെ ഫൂൾ ചെയ്യാനാണ് ഇവർ ചെയ്യുന്നത്? ആന്റണി പറയുന്നു പുൽവാമ, ഇത് സെയിം മിസ്റ്റേക്ക് അവർ 2019 ചെയ്തു. അവർക്കിപ്പോ ഒരു ഐഡിയ ഇല്ല നമ്മുടെ ഗവർണൻസിന് വേണ്ടിയിട്ടോ വികസനത്തിന് വേണ്ടി. ഒരാള് എന്തെങ്കിലും വികസനത്തെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല, പറയില്ല. പുരോഗതി, നമ്മുടെ യുവാക്കൾക്ക് എന്താ ഫ്യൂച്ചറിന് എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് ഉണ്ട് എടുത്ത് ഡെലിബറേറ്റ്ലി ഡിസ്കോഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അവര് അറ്റംപ്റ്റ് ചെയ്യും. അതിപ്പോ സ്റ്റാർട്ടായിട്ടുണ്ട്. അത് 45 ദിവസം ഈ സർക്കസ് രാഷ്ട്രീയ നാടകം നടക്കും. ഞാൻ അതിൽ ഡ്രോ ആയിട്ട് ഡിസ്ട്രാക്ട് ആവാൻ പോകുന്നില്ല. പക്ഷെ അത് ഇത്രയും ദിവസങ്ങൾ താങ്കൾക്ക് ഈ ഡെവലപ്മെന്റിൽ തന്നെ ഊന്നിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഓരോ സ്ട്രാറ്റജികൾ വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് അത് ഒരു 20 ദിവസത്തിന്റെ നെറേറ്റീവ് ഒന്നല്ല. ഡെവലപ്മെന്റ്, വികസനം, പുരോഗതി, അതെല്ലാം ഒരു 5 മിനിറ്റ് സൗണ്ട് ബൈറ്റ് ഒന്നല്ല. ഇത് 10 കൊല്ലം ചെയ്യേണ്ട
പണിയാണ്. ഇത് 10 കൊല്ലം ഞാൻ ചെയ്യാൻ പോണ പണിയാണ്. ഇവിടുത്തെ പൊളിറ്റിക്കൽ 2 പാർട്ടിക്ക് അതിനൊരു ആപ്പിറ്റൈറ്റ് ഇല്ല, അവർക്കൊരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് മോദിജിന്റെ BJP-യിൽ അതിന്റെ കപ്പാസിറ്റി, ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്. പുതിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ CAA കേരളത്തിൽ മറ്റൊരു രീതിയിലാണല്ലോ റിഫ്ലക്ട് ചെയ്യുന്നത്. 2 മുന്നണികളും ഒരേ രീതിയിൽ തന്നെയാണ് അവരുടെ നിലപാടെടുത്തിരിക്കുന്നതും കോടതിയെ സമീപിക്കുന്നതും. അതെങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ ചർച്ചയാക്കാവുന്നതാണ്? ഞാൻ ഇതില് ഇന്ന് ഞാൻ കാണുന്നത്, ഞാനൊരു അങ്ങനെ ഒരു ഡീപ് പൊളിറ്റിക്കൽ അനലിസ്റ്റ് അല്ല, ബട്ട് പൊളിറ്റിക്കൽ ഞാൻ സ്റ്റഡി ചെയ്യുന്നുണ്ട്. 14-ലും 19-ലും എല്ലാ ഇലക്ഷന്റെ മുമ്പിൽ ഈ കോൺഗ്രസ് ആൻഡ് ലെഫ്റ്റ് അവരുടെ ഒരു ജുഗൽബന്ദി, ഒരു കൊലാബറേഷൻ, ഇലക്ഷന് മുമ്പ് എന്തെങ്കിലും 1-2 ഇഷ്യൂ അങ്ങ് ഫ്ലോട്ട് ചെയ്യും. ആ ഇഷ്യൂല് സബ്സ്റ്റൻസ് ഉണ്ടാവില്ല. പുൽവാമയിൽ അവർ പറഞ്ഞു 2019 ഇത് മോദിജി ചെയ്യിപ്പിച്ച ഒരു അറ്റാക്കാണ്. അവർ പറഞ്ഞു ഒഫീഷ്യലി റെക്കോർഡില്. ലെഫ്റ്റും പറഞ്ഞു, രാഹുൽ ഗാന്ധിന്റെ കോൺഗ്രസും പറഞ്ഞു. അതിപ്പോൾ ആന്റണിയും പറയുന്നു വീണ്ടും. എന്താ അതിന് മനസ്സിലാവുന്നില്ല. അതിന്റെ എന്താ റെസ്പോൺസ്? ആൾക്കാർ എന്താ കൊടുത്ത റെസ്പോൺസ്? 303 സീറ്റ് ആയില്ലേ? എന്നിട്ട് ബാലാക്കോട്ടിൽ ടെറർ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഇതേ കാസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് പറഞ്ഞു ഇല്ല, എയർഫോഴ്സ് അവിടെ പോയില്ല. ഇതെല്ലാം ഒരു മേക്ക് ബിലീവ് സ്റ്റോറിയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു കൺക്ലൂഷൻ എന്താ അറിയാം, ഞാൻ ഒരു ഹംബ്ലി സബ്മിറ്റ് ചെയ്യുന്നു. ഇവരുടെ അടുത്ത് ഈ വികസനം, പുരോഗതി, ഞങ്ങൾ ചെയ്യുന്ന സാധനം, ഞങ്ങൾ ചെയ്യുന്ന പെർഫോമൻസ്, ഞങ്ങൾ ഇങ്ങനെ 5th ഫ്രജൈൽ ഇക്കോണമി ഇന്ന് 5ാമത്തെ ലാർജസ്റ്റ് ഇക്കോണമി ആക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 10 കൊല്ലത്തില് ഇനി വരുന്ന കാലത്ത് ഒരു 3ാം നമ്പറിലെ എക്കോണമി ആവുന്നു. ഇതിനൊന്നും അവർക്കൊരു ആൻസർ ഇല്ല, ഇതിനവർക്കൊരു റെസ്പോൺസ് ഇല്ല. ഞങ്ങൾ 21 കോടി ആൾക്കാർ ജനങ്ങൾക്ക് ജോബ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇൻഫ്ലേഷനും ഇക്കോണമിക് പെർഫോമൻസും ഏറ്റവും നല്ല ഇൻഫ്ലേഷനും ഇക്കണോമിക് പെർഫോമൻസ് ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ. നമ്മൾ കോവിഡിന്റെ ടൈമിൽ 80 കോടി ജനങ്ങൾക്ക് ഫ്രീ റേഷൻ 5 കൊല്ലത്തിന് കൊടുത്തു. 210 കോടി വാക്സിനേഷൻ ഫ്രീ കൊടുത്തു. ഇതിനൊന്നും ആൻസർ ഇല്ല. അവര് പറഞ്ഞത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കെ റൈസ് എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. കെ റൈസ്, അതായത് ജനങ്ങൾക്ക് ഈ അരി കൊടുക്കുന്ന പദ്ധതി. അതിപ്പോൾ ഈ നാഷണൽ ലെവലിൽ ഈ ഭാരത് റൈസ് ഉണ്ടല്ലോ, അതിന്റെ മറ്റൊരു ചുവടുവെപ്പാണ്. ആയിക്കോട്ടെ, അതിൽ നമ്മൾ ഒരു പ്രോബ്ലം ഇല്ല. മോദിജി കൊടുക്കുന്നത് റേഷൻ, അതിന്റെ എഡിഷൻ ആയിട്ട് കേരള ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെങ്കിൽ നല്ലത്. ഞങ്ങൾ അതിന് ഒരു ഓപ്പോസിഷൻ ഇല്ല. ബട്ട് ഈ ഡെവലപ്മെന്റും വികസനം ചെയ്യുമ്പോൾ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ രാഹുൽ ഗാന്ധിന്റെ ഈ ബ്രിഗേഡ് ഉണ്ടല്ലോ, ജോക്കർ ബ്രിഗേഡ്, പുൽവാമ, ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഡെലിബറേറ്റ്. ഇത് ഞാനൊരു മീഡിയ ആനലിസ്റ്റ് ഒന്നല്ല, മീഡിയ പ്രൊഫഷണൽ അല്ല, ബട്ട് എനിക്കിത് മനസ്സിലാവുന്നുണ്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന്. ഇവർക്ക് എങ്ങനെയെങ്കിലും CA ശശി തരൂർ ഒരു പഠിച്ച് വായിച്ച ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആളാണ്. അതിൽ എഗ്രിമെന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നു മിനിഞ്ഞാന്ന് രാത്രി CAനെ പറ്റി, മുസ്ലിംസിൽ ഇന്ത്യയിൽ അസൈലം കിട്ടാൻ അതിന്റെ ബാൻ ഉണ്ട് CAയിൽ. അത് എവിടെയത്? ഇങ്ങനെ നുണ പറയണോ? എന്തിനാണ് ഈ പറഞ്ഞത്? എന്തിനാ ഈ പച്ചക്കള്ളം പറയുന്നത്? CAന്റെ എന്താണ് ഒപ്പോസിഷൻ? പിണറായി വിജയൻ പറയുന്നു ഞങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യില്ല. ആരും ചോദിച്ചിട്ടില്ല ഇംപ്ലിമെന്റ് ചെയ്യാൻ. അതൊരു ലെജിസ്ലേഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പാർലമെന്റ് ഓഫ് ഇന്ത്യ അല്ലേ, ഇവിടെ എന്ത് ചെയ്യാനാ? എന്നാൽ CA പറയുന്നത് ഈ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാനിന്ന് വന്ന റിലീജിയസ് മൈനോറിറ്റീസ്, അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റീസ് കനോട്ട് ബി മുസ്ലിംസ്. അവർക്ക് ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ ഒരു ഫ്രെയിം വർക്കാണ് ഇത്. 19 ലെജിസ്ലേറ്റ് ചെയ്താണ്. CAA കേരളത്തിൽ ഒരു വിഷയമാകില്ല എന്ന് തന്നെ കരുതുന്നു. അല്ലല്ല, വിഷയമാക്കാൻ ഇവർ ട്രൈ ചെയ്യും. പുൽവാമിനെ ട്രൈ ചെയ്യുന്നില്ലല്ലോ, ചെയ്യുന്നുണ്ടല്ലോ. CAM ട്രൈ ചെയ്യും. CAA നാഷണൽ ലെവലിൽ BJP ഗുണകരമാവും. ഇതില് ആർക്ക് എങ്ങനെ ഗുണം വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. CAയില് നമ്മൾ ചെയ്യുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ, നമ്മൾ മീൻസ് പാർലമെന്റ് ചെയ്യുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ ഈ 3 കൺട്രീസിലെ റിലീജിയസ് മൈനോറിറ്റീസിന് നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് സിറ്റിസൺഷിപ്പ് കൊടുക്കും. വേറെ ഏത് കമ്മ്യൂണിറ്റിയിലും ബാനില്ല. ഇന്നിപ്പോ പാകിസ്ഥാനിൽ ഒരു മുസ്ലിം വന്നിട്ട് ഞാൻ അവിടെ പ്രോസിക്യൂട്ടഡ് ആണ്, ഫോർ എക്സാമ്പിൾ ഇമ്രാൻഖാനെ അവിടുത്തെ ആർമി പ്രോസിക്യൂട്ട് ചെയ്യുന്നു. നാളെ മറ്റന്നാൾ ഇമ്രാൻഖാൻ വന്ന് ഈ അസൈലം ചോദിക്കുന്നു, അവിടെ ഒരു ബാനും ഇല്ല. പക്ഷെ ഈ പറയുന്ന ഈ CAയുടെ പരിധിയിൽ കിട്ടുമോ? അമെന്റ്മെന്റിന്റെ പരിധിയിൽ അതന്നെ പറഞ്ഞത്. 5 years എന്നുള്ളത് കിട്ടില്ലല്ലോ, ആ 11 yearsന്റെ പരിധി വരില്ലേ? ഇല്ലല്ലേ. CAA ഈസ് നത്തിങ് ടു ഡു വിത്ത് പൊളിറ്റിക്കൽ അസൈലം. അതാ ഞാൻ പറഞ്ഞത്. അത് എല്ലാവർക്കും അറിയാം.
എല്ലാവർക്കും കോൺഗ്രസിനും അറിയാം, CPM-നും അറിയാം. ബട്ട് അതുകൊണ്ട് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ കിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ CAA പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ആക്കാൻ, ആൾക്കാരെ പേടിപ്പിക്കാൻ ഒരു സ്റ്റോറി ഉണ്ടാക്കണം. എന്താ സ്റ്റോറി? മുസ്ലിംസിന് പൊളിറ്റിക്കൽ അസൈലം ഇന്ത്യയിൽ കിട്ടില്ല. ഇത് എവിടെ എഴുതിയിരിക്കുന്നതില്? വെറുതെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യില്ല. ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു റോളും ഇല്ല. അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന കാര്യമാണ്. അതല്ല ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് ഇതിൽ അസൈലം കിട്ടില്ല എന്ന്. ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു പ്രചാരണമുണ്ടല്ലോ, അതിനെ ചെറുക്കുവാനായിട്ട് സംസ്ഥാനത്ത് BJPക്ക് കഴിയുമോ എന്നുള്ളതാണ്. നോർത്ത് പോലെ അല്ലല്ലോ. അത് ഞാൻ നോക്കൂ, ഞങ്ങൾ എഫേർട്ട് ചെയ്യും. ഞാൻ ഇവിടെ തോൽക്കാനല്ല വന്നിരിക്കുന്നത്. എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. എന്റെ കോൺഫിഡൻസ് എവിടുന്നാ വരുന്നത്? ജനങ്ങൾ പറയുന്നു ഇവിടെ ഒരു മാറ്റം വേണം. എന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയോ എന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയോ ക്യാമ്പയിൻ സ്ട്രാറ്റജിയോ അല്ല ഇവിടെ ജയിക്കാനുള്ള ഒരു വിന്നിംഗ് ഫോർമുല. ഇവിടെ വിന്നിംഗ് ഫോർമുല നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്കൊരു മാറ്റം വേണം, ജനങ്ങൾക്കൊരു ട്രസ്റ്റഡ് ലീഡർ വേണം, ജനങ്ങൾക്കൊരു നരേന്ദ്രമോദിജിന്റെ വികസനം ഇവിടെയും കിട്ടണം. അതിനുവേണ്ടി ഇവിടെ ഒരു BJPന്റെ MP, അത് രാജീവ് ചന്ദ്രശേഖറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, BJPന്റെ MP, അദ്ദേഹത്തിനെ എലക്ട് ചെയ്തിട്ട് അവിടെ മിനിസ്റ്റർ ആക്കിയാൽ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസസ് ആർ ബെറ്റർ. അതാണ് ഇപ്പോഴത്തെ ഈ ഇലക്ഷന്റെ. ശരി, നന്ദി. എന്തായാലും ഇത്രയും വളരെ തിരക്ക് പിടിച്ച ഒരു സമയമാണ്, എങ്കിലും ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് വളരെ താങ്ക് യു. നമസ്കാരം.